ഞാനിപ്പോൾ എന്തൊരവസ്ഥയിലുള്ളതെന്നറിയോ? ആരെങ്കിലും എൻ്റെ അടുത്തേക്ക് എന്തെങ്കിലും ഒരു ആർഗ്യുമെന്റിന് വന്നു കഴിഞ്ഞാൽ തിരിച്ച് റിപ്ലൈ ഒന്നും കൊടുക്കാതെ മിണ്ടാതിരിക്കുന്ന ഒരു അവസ്ഥയിൽ, അതായത് ഒരാളിപ്പോൾ എന്നോട് പറയാണ് ഇത് നട്ടുച്ചയാണ്, ഓക്കെ ആരൊക്കെ വറക്കാൻ കഴിയുന്നു, ഓക്കെ എന്ന് വെച്ച് അവർ പറയുന്നത് ഞാൻ എഗ്രി ചെയ്യുന്നു എന്നല്ല അതിൻ്റെ അർത്ഥം. എനിക്ക് വയ്യ അവരെ കൺവിൻസ് ചെയ്യാൻ പോവാൻ. ഞാൻ പഠിച്ചൊരു വലിയ പാടുണ്ട്. നമ്മളെ ഒരാളെ തിരുത്താൻ പോകുന്നതിനേക്കാൾ ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മളെ സമാധാനം. അല്ല, നീ എന്താ തിരുത്താൻ പോയത്? നീ അത് പറ. നീ എന്തോടി തിരുത്താൻ പോയത്? ഞാൻ ചോദിച്ചോട്ടെ, അന്ന് ബസ്സിൽ വെച്ചിട്ട് ഈ പറയുന്ന പുള്ളിക്കാരൻ്റെ എന്തോ ഒരു കൈയുടെ ഭാവം നിന്റെ എവിടെയോ കൊണ്ടെന്നാണല്ലോ പറയുന്നത്. നീ അത് കണ്ടിട്ട് ചിരിച്ചോണ്ടാ നീ സെൽഫി എടുത്തത്, ചിരിച്ചോണ്ട്. ഇത് നല്ല തന്തയ്ക്ക് നല്ല ഉറപ്പുള്ള തന്തയ്ക്കാണ് നീ ഉണ്ടായിരുന്നെങ്കിൽ നീ അപ്പോൾ പ്രതികരിച്ചേനെ. നീ പ്രതികരിച്ചില്ല. നീ പുറത്തിറങ്ങിക്കഴിഞ്ഞിട്ട് പ്രതികരിച്ചു എന്ന് നീ സോഷ്യൽ മീഡിയയിൽ കൂടെ ഈ വോയിസും കാര്യങ്ങളൊക്കെ നീ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. നീ പുറത്തിറങ്ങിയിട്ട് നീ പ്രതികരിച്ചില്ല. അത് കഴിഞ്ഞിട്ട് നീ നിന്റെ ചാനലിൽ കൂടെ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളും ഇടുകയൊക്കെയാണ് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ജീവനാണ് പോയത്. ഒന്ന് ആലോചിച്ച് നോക്കിയോ? നിങ്ങൾ കാണുന്ന സ്ത്രീകളോട് ഞാനൊരു ചോദിച്ചോട്ടെ, നിങ്ങളുടെ ദേഹത്ത് ആരെങ്കിലും കയറി ഒന്ന് പിടിക്കുകയാണെങ്കിൽ സ്പോട്ടിലാണ് ചിരിച്ചുകൊണ്ടിരിക്കുമോ? പറ, നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങളുടെ സമ്മതമില്ലാതെ ഒരാൾ തൊടുകയും പിടിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ചിരിച്ചുകൊണ്ടിരിക്കുമോ? ഞാൻ സ്ത്രീകളോടാണ് ചോദിക്കുന്നത്. കാണുന്ന സ്ത്രീകൾ ഇതിന് കറക്റ്റായിട്ടുള്ള മറുപടി പറയണം. നിങ്ങൾ എന്ത് ചെയ്യും? ഇവളെപ്പോലുള്ളവളെയൊക്കെ എന്ത് ചെയ്യണം നിങ്ങൾ തന്നെ പറ. ഞാൻ പഠിച്ച കുറേ പാഠമെന്ന് പറയുന്നത് എടി നിന്നോട് പുച്ഛം മാത്രമേ ഉള്ളൂ. നീ കാരണം ഒരുത്തൻ്റെ ജീവിതമാണ് പോയത്. എന്നിട്ട് ഭയങ്കര മോട്ടിവേഷൻ എന്ത് പറയുന്നത്? നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരുവാണെങ്കിൽ നമ്മൾ നേരിട്ടേ പറ്റത്തുള്ളൂ. നമ്മുടെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ നമ്മൾ മുന്നിട്ട് നിൽക്കണം. ആ പറഞ്ഞവരാണ് ഒളിവിൽ പോയി താമസിച്ചത്. ഒളിവില്ല ഒരുത്തൻ്റെ ജീവിതമാണ് നീയൊക്കെ കൂടെ കൊണ്ട് കളഞ്ഞത്. പിന്നെ അതുപോലെ തന്നെ നിന്നെപ്പോലുള്ള അവൾമാർക്കൊക്കെ സപ്പോർട്ട് ചെയ്യാൻ ശ്രീലക്ഷ്മി അറക്കിൽ, ഐശ്വര്യ എന്ന് പറയുന്ന കുറേ ടീംസുകൾ വന്നിട്ടുണ്ടായിരുന്നു. മോക്ക് ഓർമ്മയുണ്ടോ എന്ന് അറിയത്തില്ല, പക്ഷേ ചേട്ടന്മാർക്ക് നല്ല ഓർമ്മയുണ്ട്. ആ കാര്യത്തിൽ അവൾമാരെ നല്ല രീതി പൊങ്കാലിട്ടിട്ടുണ്ടായിരുന്നു, നല്ല രീതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആലോചിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ, സത്യം അമ്മയെ തല്ലിയ രണ്ട് പക്ഷം ഉണ്ടെന്ന് പറയുന്ന പോലെ ഇവന്മാരെ പോലുള്ളവന്മാരെയൊക്കെ വെളുപ്പിക്കാൻ അതുപോലെ ഉള്ള നാടികളും കുറേ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടെ വന്നിട്ട് ഡയലോഗ് അടിക്കുന്നു, ബ്രസീലുകാർക്ക് പോലും പറയിപ്പിക്കാൻ വേണ്ടി. വേറൊരാൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എനർജി വെറുതെ വേസ്റ്റ് ആക്കുന്നത്. എല്ലാവരും എന്തെങ്കിലും മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉള്ളത് കൊണ്ടൊന്നല്ല നമ്മളടുത്ത് ആർഗ്യുമെന്റ്സിന് വരുന്നത്. നമ്മൾ ട്രെയിൻ ആക്കണം. എന്തിനാ വെറുതെ നിന്ന് കൊടുക്കുന്നത്? നമ്മൾ നമ്മളെ കാര്യം നോക്കിയിട്ട് സമാധാനമായിട്ട് പീസ്ഫുൾ ആയിട്ട് ഇങ്ങനെ ഇരിക്കുക. നല്ലതാ. എടാ, നിനക്ക് അന്തസ്സോടെ ഇറങ്ങി നടക്കാൻ പറ്റുന്നുണ്ടോ? അന്തസ്സോടെ നീ തന്നെ പറ. ഒരുത്തൻ്റെ നീ ഇപ്പോൾ എവിടെ പോയാലും ഒരാളെങ്കിൽ ഒരാൾ പറയും ഒരുത്തൻ്റെ ജീവിതം കളഞ്ഞിട്ട് അവൾ പോകുന്നില്ലെന്ന് പറയും. അങ്ങനെ പറയത്തുള്ളൂ. ഓക്കെ, ഇനി അവിടെ അടുത്തത് കാണട്ടെ. ഇന്ന് ഈ ജേഴ്സി ഇട്ടിട്ട് പുറത്തു പോകണമെങ്കിലേ അതിനൊരു അപാര ധൈര്യം തന്നെ വേണം. എൻ്റെ പൊന്നു മോളെ, നിനക്ക് ഒരു ഉളുപ്പുമില്ല, ഒരു മാനം ഇല്ലാതെ തന്നെ നീ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് തന്നെ ഞങ്ങൾ അതിശയിച്ചു പോയിട്ടുണ്ട്. അതിന് ഈ ഡ്രസ്സ് ഇടണമെന്നൊന്നും കുഴപ്പമില്ല. കാരണം ഇത് ഷിംജിതയല്ലേ, തന്തയും തള്ളയും തിരിച്ചറിയാത്തവൾ. ഞാൻ അങ്ങനെ പറയത്തുള്ളൂ. എനിക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യം വന്നത് എന്താണെന്നറിയോ? നിന്നെ വലിച്ചു കയറാൻ തോന്നി എപ്പോഴാണെന്നറിയോ? എന്താ നീ അകത്തായ സമയത്ത് നിനക്ക് വേണ്ടി വാദിക്കാൻ കുറച്ച് അവന്മാരുന്നുണ്ട്. ഞാൻ മുമ്പേ പറഞ്ഞത് ശ്രീലക്ഷ്മിയും ഐശ്വര്യ എന്ന് പറയുന്നവരൊക്കെ 24-നകത്ത് ആ അമ്മയും അച്ഛനെയും അവർ വിളിച്ചു വരുത്തി ഓൺലൈനിൽ. അവരുടെ മുമ്പിൽ വെച്ചിട്ട് ആ അച്ഛൻ്റെ അമ്മയുടെ മുമ്പ് വെച്ച് ശ്രീലക്ഷ്മിയും ഈ പറയുന്ന ഐശ്വര്യയൊക്കെ എന്തൊക്കെ തോന്നിവാസമാണ് ആ മകനെ കുറിച്ച് പറഞ്ഞത് നിനക്കറിയാവോ? ആ അച്ഛനെ അമ്മയെ അന്ന് നൊന്തുകൊണ്ടാണ് അതിരുന്നെല്ലാം കേട്ടത്. മകൻ്റെ ചിത കത്തി തീർന്നിട്ടില്ല ആ സമയത്ത്. അതൊക്കെ കണ്ടു നിന്ന് നമുക്കൊക്കെ എത്രമാത്രം വേദന ഉണ്ടാവുമെന്ന് നിന്നെ പോലുള്ളവർക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. അതിനെങ്ങനെ നല്ല തന്തയ്ക്ക് എനിക്കണം. ധൈര്യം എന്നുള്ളതല്ല, ഒരു ഹൃദയമാണ്. നിനക്ക് പഴമാണ് ഉള്ളത്, പഴം. ഞാൻ അങ്ങനെ പറയത്തുള്ളൂ. ഞാൻ ഇച്ചിരി മാന്യമായിട്ടോ സംസാരിക്കുന്നത്. ഇനി കുറച്ച് മാന്യമായിട്ട് സംസാരിക്കാന്ന് കരുതി. നിനക്ക് രണ്ട് പഴമാണ് ഉള്ളത്. ഒരു 10 ആളുകൾ കൂടി ചേർന്നിട്ട് ഒരാളെ എതിർക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ 10 ആളുകൾ പറയുന്നത് ശരിയാണ് എന്നല്ല അതിന്റെ അർത്ഥം. പൊതുവെ ആളുകളില്ലേ പലപ്പോഴും സത്യത്തിന്റെ ശരിയുടെ കൂടെ ഒന്നല്ല. കുറെ ആളുകൾ എന്താണോ പറയുന്നത് അതിന്റെ കൂടെ, അല്ലെങ്കിൽ ഒച്ചത്തിൽ എന്താണോ കേൾക്കുന്നത് അതിന്റെ കൂടെയാണ്. എല്ലാവരും ഒരേ വഴി കൂടെ പോകുമ്പോൾ ഇത് ശരിയാണോ എന്ന് ചോദിക്കണം എന്നുണ്ടെങ്കിലേ അതിനൊരു കുറച്ച് ധൈര്യമെങ്കിലും വേണം. ജനക്കൂട്ടത്തിന്റെ കൂടെ പോവാൻ വലിയ ധൈര്യമൊന്നും വേണ്ട. എന്നാ സത്യത്തിന്റെ ശരിയുടെ നീതിയുടെ ന്യായത്തിന്റെ കൂടെ ഒറ്റക്ക് വെക്കണമെങ്കിലേ അതിനൊരു ഹൃദയം തന്നെ വേണട്ടാ. കാരണം ഇത് എപ്പോഴും വിത്ത് ബ്രസീൽ. ഞാൻ പോയി വരാം, ശരി. നീ സമൂഹത്തിൽ എന്ത് മെസ്സേജാണ് കൊടുക്കുന്നത്? ഒരുത്തിൻ്റെ ജീവിതം നശിപ്പിച്ച് എന്നിട്ട് വന്നിട്ട് ഇങ്ങനെ ഡയലോഗ് അടിക്കുമ്പോൾ ഇവളെപ്പോലുള്ളവന്മാരൊക്കെ ഫോളോ ചെയ്തിട്ട് ലൈക്ക് ചെയ്തിട്ട് ചേച്ചി പൊളിയാന്ന് പറയുന്നത് അങ്ങനെ കുറേ തന്ത ഇല്ലാത്തവന്മാരുണ്ട്. എനിക്ക് തോന്നുന്നു നിന്റെ തന്തയുടെ വംശനാശത്തിലെങ്ങാണ്ട് എങ്ങാണ്ട് ടീംസുകളെങ്ങാണ്ട് വംശനാശോ എന്തെങ്കിലും ആട്ടെ, ആൾക്കാർക്ക് വേണമെങ്കിൽ ഊഹിച്ചു കൊടുത്തോളൂ. അവിടെ പോക്കൊക്കെ കണ്ടില്ലേ? ഈ ഒരു പോക്കിന് തന്നെ ഞാൻ സത്യം പറഞ്ഞില്ല, അങ്ങനെ പറയുന്നില്ല, അങ്ങ് പോയാൽ മതിയായിരുന്നു. ആ ചേച്ചി
കേരളത്തിലെ ന്യൂസ് ഒന്നും കണ്ടു കാണത്തില്ലായിരുന്നു, അല്ലെങ്കിൽ ഇവിടെ പഞ്ചായത്തിൽ അടുപ്പിക്കത്തില്ലായിരുന്നു. പിന്നെ അതുപോലെ തന്നെ പഞ്ചായത്ത് മെമ്പറൊക്കെ ആയിരുന്നു കേട്ടോ ചേച്ചി. ഓഹോ, ഒന്നും പറയിപ്പിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇനി നമുക്ക് ഇവളെ പോലുള്ള നായിൻ്റെ സപ്പോർട്ട് ചെയ്ത കുറേ ടീംസുകളുണ്ടായിരുന്നു. ഈ ഒരു വഴിക്ക് പോകുമ്പം അവറ്റകളെയും കൂടെ നമുക്കൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യണമല്ലോ. അപ്പോൾ നമുക്ക് അവരെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ശ്രീലക്ഷ്മിനെ കുറിച്ച് പല ചാനലും ചില കാര്യങ്ങളൊക്കെ പറയാൻ കേട്ടു. എങ്ങനെയാണ് ശ്രീലക്ഷ്മിനെ കാണുന്നത്? ഇതിപ്പോ ആ പെൺകുട്ടീനെ എല്ലാവരും ചേർന്ന് കല്ലെറിയുവാണ്. അച്ചോടാ, സ്വന്തം തന്ത പോലും അവളെ വേറെ രീതി കൊണ്ട് കാണുന്നു. സ്വന്തം തന്ത കളങ്കാവിലെ മമ്മൂട്ടിയാണ്, കളിക്കാരനാണ്, പൂവൻകോഴിയാണ്, പെടക്കോഴിയാണെന്ന് പറഞ്ഞു നടക്കുന്ന ഒരു മോള്. ഇവളെ പോലുള്ളവളെയൊക്കെ പിടിച്ചിട്ട് അവിടെ ഇരുത്തിയിട്ട് കൊണയടിക്കുന്നതൊക്കെയാണ് ഏറ്റവും കൂടുതൽ രസകരമായിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പൊ സ്ത്രീകളുടെ ഏതാണ്ടൊക്കെ കൂടുതലാവുമ്പം ആരെങ്കിലൊക്കെ കിട്ടിയാൽ മതി എന്നൊക്കെയാണ് പറയുന്നത്. ഓ എൻ്റെ പൊന്നോ, ചേച്ചിക്ക് അതൊക്കെ കൂടുന്ന സമയത്തൊന്നും ആ 7 അയലത്തൊന്നും ഒന്നും നമ്മളെ ഒന്നും കൊണ്ട് നിർത്തല്ലേ. നമ്മുടെയൊക്കെ അവസ്ഥ എന്താണോ ആവോ. അയ്യോ, എന്തുകൊണ്ടാണ് ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ എടുത്ത് ഇടേണ്ടി വന്നത്? ഞങ്ങൾ ഈ നല്ല തന്തയ്ക്ക് എനിച്ചവനായിരുന്നെങ്കിൽ, അവളായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ആ സമയത്ത് പ്രതികരിച്ചാനെ. ഇപ്പം നിന്റെ എനിക്ക് തന്നെ എന്തോ പോലെ ഒമറ്റി വരുന്നുണ്ട് സത്യം പറയാലോ. ഇപ്പം നിന്റെ അടുത്താണ് ഈ പറയുന്ന തൊട്ട് പിടിച്ചെടുത്ത് നീ എന്ത് ചെയ്തേനെ? ഫോൺ എടുത്ത് ചിരിച്ചോണ്ടിരിക്കുവോ? അത് എങ്ങനെയാണെന്ന് പുരുഷൻ കണ്ടുപിടിച്ചിട്ട് വേണം കയറിയിരിക്കണം. ആ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കുക ദീപകിന്റെ മരണം. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോഴും ഈ ദീപക് മോശമായി പെരുമാറിയ ഒരു വീഡിയോ ഒരിക്കൽ പോലും നമുക്ക് പോലും കാണാൻ കഴിഞ്ഞില്ല. പക്ഷെ നിർഭാഗ്യവശാൽ ആ ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്ത് ഉണ്ട്, നിന്നെ പോലുള്ളവന്മാരൊക്കെ ഉണ്ട്. അത് നമുക്ക് ആ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം. ഇവിടെ അങ്ങോട്ട് തന്നെ ഉണ്ടാക്കാൻ ചെല്ലുമായിരുന്നു. അങ്ങോട്ട് ചെന്നിട്ട് ആദ്യത്തെ വട്ടം ടച്ച് ഇത് കിട്ടിയില്ല, രണ്ടാമത്തെ അതിന് വേണ്ടി കിട്ടി, എന്നിട്ട് ഇളിച്ചുകൊണ്ടിരിക്കുന്നു. എന്ത് മെസ്സേജ് അവൾ കൊടുത്തത്? അയാൾ 1-2 ദിവസം അങ്ങോട്ട് ആ വീഡിയോ വൈറലായതിനു ശേഷമാണ് ഒരു കൂട്ടുകാരനെ വിളിച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചാൽ ഞാൻ എന്ത് ചെയ്യും, അവിടെ നീ പേടിക്കേണ്ട, നാളെ ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞപ്പോഴാണ് രാവിലെ അദ്ദേഹം ജീവൻ കളഞ്ഞത്. ആ അമ്മയുടെ അച്ഛൻ്റെ അവസ്ഥ നീയൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി കുറച്ചും കൂടെ. വീഡിയോയ്ക്കകത്ത് ഏത് രീതിയിലാണ് ദീപക് മോശമായ പെരുമാറിയത് ഉണ്ടായത്? ഒന്നും ഉണ്ടായിട്ടില്ല. അത് കുഴപ്പമില്ല, നിനക്ക് തോന്നും. ഞാൻ പറഞ്ഞല്ലോ, നിനക്ക് തോന്നും തന്ത ഏതാന്ന് തള്ള ഏതാന്ന് പോലും തിരിച്ചറിയാത്ത ടീമാണ്. നിനക്ക് പലതും തോന്നും. വീഡിയോയ്ക്കകത്ത് ഒരു സ്ഥലത്ത് പോലും ദീപക് മോശമായി പെരുമാറിയിട്ടില്ല. സംശയമില്ല. തോന്നും. അയ്യോ, ഇതാണ് ഐശ്വര്യ എന്ന് പറയുന്ന പുള്ളിക്കാരി. എൻ്റെ പൊന്നോ, ഇങ്ങോട്ട് ഭയങ്കര ബോൾഡൊക്കെ ഇട്ട് വന്നിട്ട് ഏറിപ്പോയൊരു സാധനമാണ്. ആ സമയത്ത് ഏറായിരുന്നു. പുള്ളി കുറച്ച് നാൾ എവിടെ ഒളിച്ചിരിക്കുകയായിരുന്നു. പിന്നെ അങ്ങോട്ട് വന്നിട്ട് ആ ഈ ഒരു വിഷയത്തിൽ ഏറായിരുന്നു. എനിക്കൊന്ന് ശ്രീലക്ഷ്മിയെക്കാളും ആട്ടും തുപ്പും കേട്ടത് ഈ ഒരു വ്യക്തിക്കാണ്. ഇപ്പൊ കണ്ടോണം പുള്ളിയുടെ സംസാരം. അതൊക്കെ എങ്ങനെ ചേച്ചി ഇതൊക്കെ മനസ്സിലാക്കുന്നേ? എന്തെങ്കിലും ആട്ടെ ചേച്ചി പറ. ബസ്സിൽ കയറിയ സമയത്ത് ഒരാണിൻ്റെ ടച്ച് നമുക്ക് മനസ്സിലാവും ഏത് രീതിയിൽ നിന്നുള്ള രീതിയിലാണ്. അങ്ങനെ ഈ ചേച്ചിക്ക് നേരത്തെ കുറെ ടച്ച് കിട്ടി കാണുമല്ലോ. എന്താ ഒരു ശരിയുണ്ടെന്ന് ചിന്തിച്ചിട്ടാണോ, അല്ലെങ്കിൽ അപ്പുറത്തേക്ക് ഇവിടെ കൂടെ കുറച്ചുകൂടി അത് വിവാദപരമാവും എന്നുള്ള ബോധ്യം കൃത്യമായിട്ടുണ്ടായിരിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വിവാദമോ അലിഗേഷനോ ഒരു കോൺട്രവേഴ്സിയിലോ പബ്ലിസിറ്റിക്കാണ് താല്പര്യമെങ്കിൽ ഇതിനുള്ള സ്പേസ് ഞാൻ നേരത്തെ ഉണ്ടാക്കി. വ്യക്തി കുറെ കൂടി ശരിപക്ഷത്താണോ അല്ലെങ്കിൽ സ്ത്രീപക്ഷത്താണോ? ശരിപക്ഷത്താണ്. സംഭവിച്ചിട്ട് പോലും ഇല്ലെങ്കിൽ ഒരു വിഷയത്തെ ഭയങ്കര ന്യായീകരിക്കാൻ എവിടെയാണ് എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ ആദ്യമായിട്ട് നടക്കുന്നല്ലേ. അതെ, മരണത്തിനൊന്നും ഒരു വിലയില്ല കേട്ടോ ഈ ഒരു കാലത്ത്. എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടെങ്കിൽ അച്ഛനോ അമ്മയ്ക്കോ നമ്മളെ സ്നേഹിക്കുന്ന ഏതെങ്കിലും പെൺകുട്ടികൾക്കോ വല്ല കാണത്തുള്ളായിരിക്കും ഈ പറയുന്ന വേദനയും കാര്യങ്ങളൊക്കെ. മറ്റുള്ളവരൊക്കെ എന്തെങ്കിലും നമ്മളെക്കുറിച്ച് കുറ്റം പറഞ്ഞ കുറച്ച് ആൾക്കാർ അന്നത്തെ ഒരു 2 ദിവസത്തേക്ക് നല്ലത് പറയുമായിരിക്കും. അത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും സ്വന്തം കാര്യം മാത്രം. അത് നമ്മൾ എത്ര വിശ്വസിച്ച് നിന്നാലും എത്ര ഇതാണെങ്കിലും അതങ്ങനെയാണ്. ഞാൻ കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട് എൻ്റെ ഒരു ലൈഫ് വെച്ച് നോക്കിയപ്പോൾ ഉള്ള കാര്യമാണ്. അതുകൊണ്ട് പല ആൾക്കാരുടെ അടുത്തും ഡിസ്റ്റൻസ് ഇട്ടാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ആൾക്കാരൊക്കെ ചോദിക്കുന്ന താൻ്റെ ആടെയാണ്, താൻ ഇങ്ങനെയാണ്, താൻ ഓവറാണ്, താൻ ഇങ്ങനെയല്ല, താൻ പണ്ട് ഇങ്ങനെയായിരുന്നു, പണ്ട് ഇപ്പം ഇങ്ങനെയല്ല, താൻ ഞാൻ വിചാരിച്ച പോലെയല്ല എന്നൊക്കെ ഡൗട്ട് കുറേ സംസാരിക്കുന്ന കുറേ ടീംസുകളൊക്കെ ഉണ്ട്. നമ്മൾ നമ്മുടെ കാര്യം മാത്രം നോക്കി പോവുക, വീട്ടുകാരുടെ കാര്യം നോക്കുക. പിന്നെ അതുപോലെ തന്നെ ഷിംജിതയെ പോലുള്ള അവൾമാരെ ഒന്നും സപ്പോർട്ട് ചെയ്യാതിരിക്കുക. അവൾക്ക് പോയി ഫോളോസ് ചെയ്യുക. അവൾ ചേച്ചി പൊളിയാണ്, ചേച്ചി വേറെ ലെവലാണെന്നൊക്കെ പറയുന്ന കുറേ ആൾക്കാരുണ്ട്. നിൻ്റെയൊക്കെ വീട്ടിലെ ചേട്ടനോ അല്ലെങ്കിൽ അച്ഛനോ ഒക്കെ ഈ ഒരു അവസ്ഥ ഇവളെപ്പോലുള്ള അവന്മാരൊക്കെ വന്നുണ്ടാക്കി തരുമ്പോഴേ നിനക്കൊക്കെ മനസ്സിലാകത്തുള്ളൂ. ഇവിടെയൊക്കെ കമൻറ്റ് ബോക്സിൽ പൂരെ സപ്പോർട്ടാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് ഞാനങ്ങ് പറഞ്ഞു പോയതാണ്. ഓക്കെ ഗൈസ്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും കമൻറ്റ് ബോക്സിൽ ഏർപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സപ്പോർട്ട് ചെയ്യുക. ബൈ, ലവ് യു ഓൾ ഗൈസ്.